നമസ്കാരം. ലൈഫ് ലെസൺസ് ബൈ ശ്രീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരോടും. നമ്മൾ ഈ ദുബായിൽ എല്ലാവർക്കും സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ അയണിങ് ലോണ്ടറിയിൽ ഡ്രസ്സ് അയൺ ചെയ്യാൻ കൊടുക്കുക അല്ലെങ്കിൽ വാഷ് ചെയ്യാൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു കാര്യം ഞാൻ 1 വർഷം 1.5 വർഷമായി ചെയ്യുന്നത്. നമ്മളെടുക്കുന്ന റൂമിൽ നിന്ന് ഒരാൾ സ്ഥിരമായിട്ട് കളക്ട് ചെയ്തിട്ട് വന്നിട്ട് പോവാറുണ്ട്. അപ്പോൾ ഒരു പാകിസ്ഥാനിയാണ് വന്നിട്ട് പോവാറ്. സ്ഥിരമായിട്ട് അയാൾ കളക്ട് ചെയ്ത് കറക്റ്റായിട്ട് റിട്ടേൺ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വേറെ ആളെയൊന്നും നോക്കാണ്ട് നമ്മളെ ബിൽഡിങ്ങിന് താഴെയെല്ലാം നല്ല ലോണ്ടറി ഉണ്ടായിട്ടും അയാൾക്ക് തന്നെ കൊടുക്കൽ. ഇപ്പോൾ ഞാനൊരു 2 ആഴ്ചയായിട്ട് ഡ്രസ്സ് കൊടുത്തിട്ട് അയാളെ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അയാളുടെ കമ്പനിയിലേക്ക് വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. ഇപ്പം ഞാനിതാ അയാളുടെ ലോണ്ടറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കില്ല, ആ ലോണ്ടറി അടച്ചിട്ട് ഒരാഴ്ചയായി. ഇപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചിട്ടും ആരും എടുക്കുന്നില്ല. ഇവരെ കോണ്ടാക്ട് നമ്പർ ഒന്നുമില്ല. ഗ്ലാസ്സിനൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഡ്രസ്സെല്ലാം അവിടെ തൂക്കിയിട്ടിട്ട് കാണാം. 5-6 പാൻറ്റും 4-5 ഷർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഓഫീസിൽ പോകുന്ന ഡ്രസ്സായിരുന്നു. ഇവിടെ അടുത്തുള്ള ഷോപ്പുകാരോടൊന്നും ചോദിച്ചിട്ട് ഇവർക്കായിരിക്കും ആ ലോണ്ടറിക്കാരുടെ യാതൊരു ഇൻഫർമേഷനും ഇല്ല. ഇത് പൂട്ടിപ്പോയതാണെന്നാണ് പറയുന്നത്. ചില ആൾക്കാർ പറയുന്നത് ഇടക്ക് വന്നിട്ട് ആരെല്ലോ തുറക്കുന്നതാണ് ഉണ്ടെന്ന്. അപ്പോൾ ദുബായിൽ ഇതേപോലെ ഡ്രസ്സ് അയൺ ചെയ്യാൻ കൊടുക്കുന്ന കൂട്ടർക്കും അല്ലെ ഇങ്ങനെ വാഷ് ചെയ്യാൻ കൊടുക്കുന്ന കൂട്ടർക്കും അറിയാതെ നമ്മൾ കളക്ട് ചെയ്ത് പോകുന്ന കൂട്ടരൊക്കെ എല്ലാം ഇല്ലേ, ഇതെല്ലാം വളരെ സൂക്ഷിക്കുക. ഇത് ഭയങ്കര ഒരു ഗുണപാടാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആളെ മാത്രം നോക്കിയിട്ടാണ് ലോണ്ടറിയും ഡ്രസ്സെല്ലാം കൊടുക്കുന്നത്. ഇത് ഏത് ഷോപ്പിലേക്കാണ് പോകുന്നത്, ആ ഷോപ്പ് ട്രസ്റ്റബിൾ ആണോ ജെന്യൂൻ ആണോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മളെ കമ്മ്യൂണിറ്റിയിൽ താഴെ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ, ബിൽഡിങ്ങിന് താഴെ ഒരുപാട് ലോണ്ടറി ഉണ്ടെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് വന്ന് റൂം കളക്ട് ചെയ്ത് പോകുന്നതായതുകൊണ്ട് ഇയാളെ ട്രസ്റ്റ് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇനി മുതലെങ്കിലും എല്ലാവരും ലോണ്ടറി എല്ലാം കൊടുക്കുന്നത് കുറച്ച് പൈസ അധികം കൊടുത്താലും കുഴപ്പമില്ല. നല്ല ട്രസ്റ്റബിൾ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള വലിയ ലോണ്ടറിയിൽ കൊടുക്കുക. പരമാവധിയും നമ്മളെ ബിൽഡിങ്ങിനടുത്തതോ അല്ലെങ്കിൽ 2 ബിൽഡിങ്ങിന് അപ്പുറമുള്ള ലോണ്ടറിയിൽ കൊടുക്കുക. ഡെയിലി നമ്മൾ കാണാൻ പറ്റുന്ന ലോണ്ടറി കൊടുക്കുക. അല്ലെങ്കിൽ എൻ്റെ അവസ്ഥയായിരിക്കും ഇതേപോലെ ലോണ്ടറി എടുത്തു പോയ ഡ്രസ്സിന് വേണ്ടിയിട്ട് ലോണ്ടറി കടേൻ്റെ വെളിയിൽ നിൽക്കേണ്ട അവസ്ഥയായിരിക്കും. ഇതൊരു വലിയ പാടാണ്. ഞാൻ ആ ലോണ്ടറിൻ്റെ പേരും കൂടി കാണിക്കാം. ഇതാണ് ആ പറഞ്ഞ മഹത്തായ ലോണ്ടറി. അകത്ത് ഡ്രസ്സും കാണാം, എല്ലാം കാണാം. പക്ഷേങ്കിൽ എന്താ, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം അകത്തുള്ളത് പെർമനൻ്റ് ക്ലോസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ വാച്ച്മാനെ വിളിച്ചു നോക്കിയിട്ടും അയാൾ കൈ മലർത്താണ്. നിനക്ക് കീ ഒന്നുമില്ല, ഓണർ നമ്പറില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മളെ ഡ്രസ്സാണ് ആ കാണുന്നത്. പെർമനൻ്റായിട്ട് പൂട്ടിയെന്നാണ് പറയുന്നത്. പക്ഷെ ഡ്രസ്സ് കാണുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ദുബായ് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് കടേൻ്റെ പേര്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇങ്ങനെയുള്ള അൺട്രസ്റ്റബിളായ സ്ഥലത്തോ അല്ല ആൾക്കാരെടുക്കുകയോ കൊടുക്കാതിരിക്കുക. അറ്റ്ലീസ്റ്റ് ഫോൺ എടുത്തിട്ട് നമുക്ക് എന്താന്ന് ഡ്രസ്സ് കിട്ടാതെ എന്ന് മറുപടി പറയാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നും കാണിക്കുന്ന ആൾക്കാരെടുക്ക് കൊടുക്കുക. ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല.